പത്തനംതിട്ട കോന്നിയിൽ ക്വാറി അപകടത്തിൽപ്പെട്ട തൊഴിലാളിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. NDRFും ഫയർഫോഴ്സും ചേർന്ന് പ്രത്യേക പ്ലാൻ തയ്യാറാക്കിയാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടത്തുന്നത്. ക്വാറിയുടെ പ്രവർത്തനം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന് നിർദ്ദേശം നൽകിയെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുന്നു. ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ 24 ഇക്കാര്യം പറഞ്ഞത്. 7/2/2026 വരെ ഉള്ള അനുമതി ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രിലിമിനറി ആയിട്ട് ജിയോളജി തന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അവിടുന്ന് പൊട്ടിച്ചിരിക്കുന്ന കൃത്യമായിട്ടാണോ, അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയിലാണോ, പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് പൊട്ടിച്ചിരുന്നുള്ള കാര്യങ്ങളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ അതിന്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് ഫർദർ തരുന്നതായിരിക്കും. ഇതിന്റെ ബ്ലാസ്റ്റിംഗ് നടന്ന ശേഷമാണ് ഇത് പൊട്ടിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ശാസ്ത്രീയമായിട്ടാണോ ചെയ്തിരിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ തന്നെ തീരുമാനമായിട്ടുണ്ട്. അത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ബാക്കി തീരുമാനിക്കുന്നത്. തൽക്കാലം കോറിയുടെ പ്രവർത്തനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓർഡർ ആക്കിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണനാണ് സംസാരിച്ചത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഷവീദ് റാവുത്തർ ചേരും. AV ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ഷവീദ്, യഥാർത്ഥത്തിൽ NDRF കൂടെ ചേർന്നിട്ടുണ്ടല്ലോ. ദുസ്സഹമായ സാഹചര്യം കൊണ്ട് ഇന്നലെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. ഇന്ന് ഇത് തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? ഗുഡ് മോർണിംഗ്. എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദുർഘടമാണ് ഇവിടുത്തെ സാഹചര്യം എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ കഴിഞ്ഞ ദിവസം രാത്രി ഇത് അവസാനിപ്പിക്കുമ്പോൾ, ഇന്നലെ രാത്രി ഇത് അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടായ പ്രതിസന്ധി അത് ചെറുതല്ല. മാത്രവുമല്ല, ഇന്ന് 27 അംഗ NDRF സംഘവും 20 അംഗ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടാസ്ക് ടീമും ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരായിരിക്കും ഇന്നത്തെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുക. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ഈ അപകടം ഈ കോന്നി പൈനാമണ്ണിലെ ഈ ക്വാറിയിൽ ഉണ്ടാകുന്നത്. രണ്ടുപേരായിരുന്നു ഈ മണ്ണിടിഞ്ഞു വീണ് അതിൽ ഹിറ്റാച്ചിക്കുള്ളിൽ കുടുങ്ങിയതിൽ. ഒന്നാമത്തെയാൾ ഒഡീഷ സ്വദേശിയായിട്ടുള്ള മഹാദേവും, രണ്ടാമത്തെയാൾ ബീഹാർ സ്വദേശിയായിട്ടുള്ള അജയ് റായുമാണ്. മഹാദേവിന്റെ മൃതദേഹം ഇന്നലെ തന്നെ നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചു. അതേസമയം ഇനിയിപ്പോൾ തിരച്ചിൽ നടത്തുന്ന അജയ് റായിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഇത് ഈ കോറിയുടെ പ്രധാനപ്പെട്ട എൻട്രിയാണ്. ഇവിടെ ഇന്ന് ഈ മാധ്യമങ്ങൾക്കടക്കം പ്രവേശന വിലക്കുണ്ട്. സമയത്തുള്ള ജില്ലാ കളക്ടർ അടക്കം ഇവിടേക്ക് എത്തി ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. 7 മണിക്ക് ഇത് ഈ രക്ഷാദൌത്യം പുനരാരംഭിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ആ സമയം വൈകുകയാണ്. നിലവിൽ ഇപ്പോൾ ആശ്വാസകരമായ കാര്യം നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയില്ല. കാരണം സമയം ഇത്രയായിരിക്കുന്നു. പ്രത്യേകിച്ച് അതിനപ്പുറത്തേക്ക് വലിയ അപകടം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും ആ രണ്ട് പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷയ്ക്ക് നമുക്ക് വകയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടർ എത്തിയിട്ടുണ്ട്. ഉടൻ അദ്ദേഹം ഇവിടെ എത്തി NDRF സംഘവും അതേപോലെ തന്നെ ഫയർഫോഴ്സ് സംഘവുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും ഇവിടേക്ക് എത്തി എങ്ങനെ ഈ രക്ഷാപ്രവർത്തനം ഇനി സാധ്യമാക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. മാത്രവുമല്ല, അതിന്റെ ഒരു ജോഗ്രഫി നമ്മൾ കണ്ടതാണ്. സ്കേൻ ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം അടക്കം ലഭിക്കും. അദ്ദേഹം ഇപ്പോൾ ഇന്ന് ആദ്യമായി അദ്ദേഹമായിരിക്കും ഇത് രക്ഷാദൌത്യം ഇതിന്റെ ഒരു എന്താ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഫയർഫോഴ്സിന്റെ ടീം NDRF ടീം എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ആ പാറ മൊത്തം സ്ലൈഡ് ചെയ്ത് താഴെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു ഏരിയ മൊത്തം ഇന്നലെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി. കാര്യം പാറ ഇളകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്നിപ്പോ പോയിട്ട് പരിശോധിച്ചിട്ട് പിന്നെ നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചും സർവേ നടത്തുന്നുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് പരിശോധിച്ചിട്ട് നമുക്ക് എന്താണ് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഫയർഫോഴ്സ് NDRF ഒന്ന് കൂടിയാലോചിച്ചിട്ട് തീരുമാനിച്ച് രക്ഷാപ്രവർത്തനം റീസ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ കോറിക്ക് പ്രവർത്തനാനുമതി ഉണ്ടല്ലോ അല്ലേ? നിലവിൽ നമ്മൾ ജിയോളജിസ്റ്റിനോട് അന്വേഷിച്ചു. അപ്പം ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിലിമിനറി റിപ്പോർട്ട് പ്രകാരം ജിയോളജിസ്റ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് 2026 ഫെബ്രുവരി മാസം വരെ ഈ കോറിക്ക് പെർമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് പ്രിലിമിനറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അതെ തീർച്ചയായിട്ടും. കാര്യം നമുക്ക് കോറിക്കെതിരെയുള്ള പരാതികൾ ഈ കോറിക്കെതിരെ ഒരു കോറി ഹിയറിംഗ് നടക്കുന്ന വേറൊരു സംബന്ധിച്ച് ഹിയറിംഗ് നടക്കുന്ന സമയത്ത് കുറച്ച് പരാതികൾ നാട്ടുകാർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഇവിടെ ഈ കോറിയിലെ പെർമിഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കോറി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ റിപ്പോർട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് പറഞ്ഞ പ്രകാരം എന്ന് പറഞ്ഞാൽ ഈ കോറിയിൽ നിന്നും വെള്ളം ഇവിടെ പൊല്യൂട്ട് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനത്തെ ഒന്നും ഇല്ല എന്നാണ് അന്ന് റിപ്പോർട്ട് തന്നിരുന്നത്. അതൊന്നും നടപടിയായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. അത്തരം പരാതി ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. കാര്യം അത് ജിയോളജിസ്റ്റിന്റെ അടുത്ത് ഇന്നിപ്പോ നമുക്ക് അന്വേഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് അനുമതി ഉണ്ടെങ്കിൽ തന്നെ അളവിലുള്ള കൃത്യമായിട്ടുള്ള പാറയാണോ പൊട്ടിച്ചിരിക്കുന്നത്, അവർക്ക് അനുമതി കൊടുത്തിരിക്കുന്ന ഏരിയയിൽ നിന്നാണ് പൊട്ടിച്ചിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള പ്രിലിമിനറി റിപ്പോർട്ട് പ്രകാരമാണുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പങ്കുവച്ചത്. അതെ, അത് റിപ്പോർട്ട്
റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ചിട്ടുണ്ട്. ഇല്ല അങ്ങനെ അളവിൽ കൂടുതൽ ഖനനം നടത്തിയെന്നൊരു പരിശോധന നടത്തിയിട്ടില്ല. ഇല്ല അങ്ങനെ ഒരു കാര്യമില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ഇന്നിപ്പോ എടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. മാത്രമല്ല അപകടത്തിന് മുമ്പേ ആൾക്കാർ പരാതി പറയുമ്പോഴല്ല ഗൗരവമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട, സംഭവിച്ചു കഴിഞ്ഞാലല്ല പരിശോധന വേണ്ടത്. അതല്ല ഞാൻ പറഞ്ഞല്ലോ, കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു അളവിൽ കൂടുതൽ ഇപ്പൊ ഈ പറഞ്ഞ പ്രകാരം ഇവിടുത്തെ ചുറ്റുവട്ടത്തുള്ള പാറ വെള്ളം പൊല്യൂട്ട് ആവുന്നു എന്നുള്ള പരാതിയാണ് തന്നിരുന്നത്. അന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കൊണ്ട് ഈ ക്വാറി കൃത്യമായിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മാനദണ്ഡങ്ങൾ പ്രവർത്തിച്ചാണോ അതനുസരിച്ചാണോ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ പരിശോധിച്ചത്. മറ്റു പരാതികളൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല അങ്ങനത്തെ പരാതികളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. കിട്ടിയിട്ടില്ല. അതിപ്പോ ഇമ്മീഡിയറ്റ്ലി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. വെയിലാവുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണ സംസാരിക്കുകയായിരുന്നു. ഇന്ന് അദ്ദേഹം രാവിലെ നടത്തുന്ന തെരച്ചിലിൽ, അതായത് ഹിറ്റാച്ചിയുടെ ഡ്രൈവറെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്ന തൊഴിലാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്ന പ്രമാണിച്ച് NDRF-ഉം മറ്റുള്ള സുരക്ഷാ ഏജൻസികളുമായി അദ്ദേഹം ചർച്ച തുടരും. ഇപ്പോൾ AV ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ജയശങ്കർ, കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇന്ന് ഇപ്പൊ ആലോചിക്കുന്നത്, ഇപ്പൊ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ NDRF ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് ഇപ്പൊ ഇന്നലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പാറ രണ്ടാമത്തെ തട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നലെ അത് സ്ലിഡ് ചെയ്ത് താഴെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് പോയ ശേഷം ഹിറ്റാച്ചി ഉപയോഗിച്ചിട്ടാണോ ക്രെയിൻ ഉപയോഗിച്ചാണോ ലിഫ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്.